ഇവിടെ 3 ബ്ലഡി പാമ്പുകൾ ദൈവങ്ങളാവാൻ പ്ലാൻ ഇട്ടു. ആദ്യം തന്നെ 3 സാറുമാരും കൂടെ ഒരു പഴയ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് ഒളിച്ചു കയറി. ഒരു പ്രതിമയ്ക്ക് മുകളിൽ സാറുമാര് കയറിയിരുന്ന് ദൈവമായി അഭിനയിച്ചു. അവിടെയുള്ള ബ്ലഡി ഗ്രാമവാസികൾ അവരെ ശരിക്കുള്ള ദൈവങ്ങളാണെന്ന് വിചാരിച്ച് അങ്ങ് തൊഴുത് പൂജിച്ചു. ആ സമയം ഗ്രാമത്തിൽ ഒരു കൊടും വരൾച്ച വന്നു. മഴ കിട്ടാനായി ഗ്രാമവാസികൾ ബ്ലഡി പാമ്പുകളുടെ അടുത്തേക്ക് വന്നങ്ങ് പ്രാർത്ഥിച്ചു. പക്ഷെ നമ്മക്കല്ലേ അറിയോ അവര് ദൈവങ്ങളല്ലാന്ന്. സാറുമാര് വിശന്ന വയറ്റിന്ന് ഗുളുകുളു ഒച്ച വന്നപ്പോ ബ്ലഡി ഗ്രാമവാസികൾ വിചാരിച്ചു മഴയ്ക്ക് മുമ്പുള്ള ഇടിമിന്നലാണ് അതെന്ന്. നാട്ടുകാർ വീട്ടിൽ പോയി കൊട്ടയും ചട്ടിയും ഒക്കെ എടുത്തോണ്ട് വന്നു വെള്ളം നിറയ്ക്കാന്. പക്ഷെ നമുക്കല്ലേ അറിയൂ വണ്ടി പോയിട്ട് ഒരു അണ്ടിപ്പരിപ്പ് പോലും കിട്ടൂലെന്ന്. മഴ പെയ്യാതായപ്പോ നാട്ടുകാർ കലിപ്പായി. അപ്പൊ സാറുമാര് 3 ദിവസത്തിന്റെ ഉള്ളിൽ മഴ പെയ്യിക്കുമെന്ന് കയ്യിലടിച്ച് വാക്ക് കൊടുത്തു. മഴ പെയ്യിക്കാനായി അടുത്തുള്ള കീരിസാറിന്റെ അമ്പലത്തിലേക്ക് പോയി. കീരിസാർ ആട്ടി പായിച്ചു ഒറ്റകളെ. രാത്രിയായപ്പോ ബ്ലഡി പാമ്പുകൾ ആരും കാണാതെ വന്ന് പുഴയിലെ വെള്ളമെടുത്ത് കൃഷി അങ്ങ് നനച്ചു. ഇതറിഞ്ഞ ശരിക്കുമുള്ള ഡ്രാഗൺ ദൈവം കോപിച്ചു അമ്പലം അങ്ങ് കത്തിച്ചു കൊടുത്തു. തീ തുപ്പി ആ ഗ്രാമം അങ്ങ് നശിപ്പിച്ചു. ആ സമയം പാമ്പ് സാറ് പോയി കീഴടങ്ങിയപ്പോൾ ഡ്രാഗൺ ദൈവം അലറി. ആ ശക്തിയിൽ അണക്കെട്ട് പൊട്ടി ഗ്രാമം മുഴുവൻ വെള്ളപ്പൊക്കമായി വരൾച്ച മാറി. ഇതെല്ലാം ചെയ്തത് 3 ബ്ലഡി പാമ്പുകളാണെന്ന് വിചാരിച്ച് അവർക്കൊരു വേണ്ടി ഒരു അമ്പലം ഉണ്ടാക്കി അവിടെ പ്രതിഷ്ഠിച്ചു. അതിരിക്കട്ടെ, ഞാനിതിൽ എത്ര വട്ടമല്ലേ ബ്ലഡി എന്ന് പറഞ്ഞത്? എത്ര വട്ടമാ?